ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകൾ എന്നീ ടോപ്പിക്കിനെ വെറും 6 പോയിൻ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഈ ഒരു മൗലിക കടമകൾ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് 4A ആണ്. ഓക്കെ, അപ്പോൾ 4A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മൗലിക കടമകളെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് ഈ മൗലിക കടമകൾ കടമെടുത്തിരിക്കുന്നതിൽ ബോറോ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചത് റഷ്യയിൽ നിന്നാണ്. ഓക്കെ, അന്നത്തെ USSRൽ നിന്നാണ് നമ്മൾ മൗലിക കടമകൾ കടമെടുത്തിട്ടുള്ളത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അതിൽ മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല. ശേഷം 1976 സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ എന്ന് പറയുന്നൊരു ഭാഗം ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ് 1976. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. നിലവിൽ 11 മൗലിക കടമകളാണ് ഭരണഘടനയിലുള്ളത്. എന്നാൽ 1976 10 മൗലിക കടമകൾ മാത്രമേ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 11ാമത് മൗലിക കടമ 2002 86ാമത് ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. 2002 ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. സെക്ഷൻ 51A മുതൽ 51AK വരെയാണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. നമുക്കൊന്നത് വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ വകുപ്പ് 51A പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അനുസരിക്കുകയും ദേശീയ ഗാനവും ദേശീയ പതാക എന്നിവയോടുള്ള കൂറുള്ളവരും ആയിരിക്കണം എന്നാണ്. വകുപ്പ് 51AB ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മഹനീയ ആദർശങ്ങൾ പിന്തുടരുകയും കാത്തുസൂക്ഷിക്കുകയും വേണം. വകുപ്പ് 51AC ഭാരതത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കണം. വകുപ്പ് 51AD അത്യാവശ്യ സമയങ്ങളിൽ ദേശസേവനത്തിന് തയ്യാറാകണം. വകുപ്പ് 51AE ഭാഷ, മതം, പ്രാദേശിക പരിഗണനകൾ കൂടാതെ സാഹോദര്യം വളർത്തുകയും സ്ത്രീകളുടെ അന്തസ്സിനും മാന്യതയ്ക്കും കളങ്കമുണ്ടാകുന്ന പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുകയും വേണം. വകുപ്പ് 51AF നമ്മുടെ ഉന്നതമായ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും വേണം. വകുപ്പ് 51AG വനം, വന്യജീവികൾ, നദികൾ, തടാകങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ കാത്തുസൂക്ഷിക്കുകയും വേണം. വകുപ്പ് AH ശാസ്ത്ര ബോധമുള്ളവരായിരിക്കണം. വകുപ്പ് 51AI അക്രമം വെടിയണം, പൊതുമുതൽ സംരക്ഷിക്കണം. വകുപ്പ് 51AJ ഒറ്റക്കോ കൂട്ടായോ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. വകുപ്പ് 51AK 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ നിർബന്ധമായും വിദ്യാഭ്യാസം നൽകുക.